ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2024 മൂന്നാം ക്വാർട്ടറിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒന്നാമത്തെ പാഠമായിരുന്നു പഠിച്ചത്. അതിലൂടെ നമുക്ക് മർക്കോസിനെ കുറിച്ചും മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ചില ഔട്ട്ലൈൻസ് എല്ലാം പഠിക്കാനായിട്ട് സാധിച്ചു. വീണ്ടും നമ്മൾ ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത് രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാനായിട്ടാണ്. ഈ ആഴ്ചയിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മർക്കോസിൻ്റെ സുവിശേഷമാണ് ഈ ക്വാർട്ടർ മുഴുവനും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഒന്നാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു തീർന്നു. ഇനി ഇന്നത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാഠത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16 തുടങ്ങി 45 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ചില ഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും ചില ഭാഗങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും നമ്മൾ ഇന്ന് പരാമർശിക്കുന്നുണ്ട്. അതേപോലെ പഴയ നിയമത്തിലെ ലേവ്യർ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1:17. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നപ്പ സ്വർഗീയ പിതാവേ, ഈ നല്ല ഒരു സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം അങ്ങയുടെ സന്നിധിയിലിരുന്ന് പഠിക്കുവാനായിട്ട് തന്ന ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, അങ്ങയുടെ പുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളും അരുളി ചെയ്ത വചനങ്ങളും ഞങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാം ശരിയായി ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശുവപ്പൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഈ 4 സുവിശേഷങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു. മത്തായി, മർക്കോസ്, ലൂക്കോസ്. അത് 3 സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അതിൻ്റെ സാരാംശങ്ങളെല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായതാണ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ കാര്യം നോക്കാൻ പോകുന്നു. ഈ 4 സുവിശേഷങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചത് എന്നാണ്. അത് അവരുടെ സുവിശേഷത്തിൻ്റെ എഴുത്തുകളിൽ ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ മലയിലെ പ്രസംഗം നമുക്ക് കാണാം. എപ്പോഴാണ്? 5-ാം അധ്യായം 5, 6, 7 മലയിലെ പ്രസംഗം നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്നതിനെ പറയും. അതിന് തൊട്ടു മുമ്പ് യേശു ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുന്നതായിട്ടും കാണാം. തൻ്റെ വേലയ്ക്ക് ദൗത്യത്തിനായിട്ട് അവരെ അയക്കുന്നതായിട്ടും നമുക്ക് 10-ാമത്തെ അധ്യായത്തിൽ കാണാം. അതിനു മുമ്പ് അവരെ വിളിക്കുന്നതായിട്ടും കാണാം. അത് അങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആരംഭമല്ല, യേശുവിൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്, ശുശ്രൂഷ ആരംഭിക്കുന്നത് നസ്രത്തിൽ, താൻ വളർന്ന നസ്രത്തിൽ ചെന്നു, പതിവ് പോലെ ശബത്തിൽ ദേവാലയത്തിൽ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യം തുടങ്ങി. അത് നമുക്കെല്ലാവർക്കും അറിയാം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം യേശുവിന് വായിക്കാനായിട്ട് പള്ളിയിലുള്ളവർ എടുത്തു കൊടുത്തു. യേശു ക്രിസ്തു അത് വായിക്കാൻ തുടങ്ങുന്നതെല്ലാം നമ്മളത് വായിച്ചിട്ടുണ്ട് എല്ലാവരും. ഇനി നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. അതേപോലെ യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നതും ആദ്യകാല ശുശ്രൂഷകന്മാരെ വിളിക്കുന്നത്, ശിഷ്യന്മാരെ വിളിക്കുന്നതും, പിന്നെ അവിടെ പറയുന്ന വേറൊരു സുവിശേഷത്തിലും കാണാത്ത ആദ്യത്തെ അത്ഭുതം യേശുക്രിസ്തു ചെയ്യുന്ന കാനായിലെ കല്യാണത്തിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കുന്നത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണാം. അതേപോലെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ശിഷ്യന്മാരാകാനായിട്ട് ചിലരെ വിളിക്കുന്നതായിട്ടാണ്. അവരെ വിളിക്കുന്നതും അതേപോലെ അതിന് പിന്നാലെ ഉണ്ടായ കഫർനഹൂമിലെ ഒരു പ്രത്യേക ശബദിനെക്കുറിച്ചും പറയുന്നുണ്ട്. നടന്ന കുറേ കാര്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ഡീറ്റെയിലിംഗ് തരുന്നില്ല. അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ വംശാവലി വളരെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മർക്കോസ് ഒറ്റ വാക്യത്തിൽ തീർത്തു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ വിവരണം അധികമില്ല, കൂടുതലും പ്രവൃത്തികളാണ് കാണുന്നത്. ശിഷ്യത്വത്തിലേക്കുള്ള വിളി,
പിന്നെ ഒരു ദൂതനോട് കൽപ്പിക്കുന്നത് മറ്റു ദേശങ്ങൾ സന്ദർശിക്കാനുള്ള പദ്ധതി, ശുദ്ധമാകുന്നതിന് പുരോഹിതൻ്റെ മുമ്പിൽ തന്നെ തന്നെ കാണിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളോട് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത്, അങ്ങനെ പ്രവൃത്തിക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അത് പിന്നെ ഒരു ശ്രദ്ധേയമായ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ഉടനടി, പെട്ടെന്ന് ഒന്ന് ചെയ്ത് തീർത്ത ഉടനെ അടുത്തത് ചെയ്യുക. അങ്ങനെ ഒരിക്കലും വിശ്രമിക്കാത്ത ഒരു പ്രവർത്തകനായിട്ടാണ് യേശുവിനെ മർക്കോസ് കാണിക്കുന്നത്. ക്ഷീണിച്ചിട്ട് വിശ്രമിക്കാനോ ആ സമയത്ത് വേറെ ഏതെങ്കിലും ലക്ഷറി ആയിട്ടുള്ള അല്ലെങ്കിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതോ ഒന്നും കാണുന്നില്ല. ഫുൾ ദൈവവേല മാത്രം യേശു ചെയ്യുന്നതായിട്ടാണ് മർക്കോസ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: എന്നെ അനുഗമിക്കുക. അത് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16 തുടങ്ങി 20 വരെ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഭയങ്കര അത്ഭുതകരമായ കാര്യമാണല്ലേ അവിടെ നടക്കുന്നത്. ഒരാൾ വന്ന് വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ ഉടനെ അവരുടെ ജോലിയും വേലയും എല്ലാം ഇട്ടിട്ട് അവരങ്ങ് പുറകെ പോവുകയാണ്. ഇതെന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ട ആരെയൊക്കെയാണ് യേശു വിളിച്ചതെന്ന്. നമ്മളിപ്പോൾ ഈ വചനത്തിൽ നിന്ന് വായിച്ചു. 4 പേരുടെ പേരാണ് നമ്മൾ വായിച്ചത്. അന്ത്രയോസിനെയും കണ്ടു, നമ്മൾ ഷീമോനെയും കണ്ടു. യേശു ക്രിസ്തു ഗലീല കടൽപ്പുറത്തുകൂടി നടന്നപ്പോൾ മീൻ പിടിക്കുന്നവരായിട്ട് കണ്ടു. അവരെ 2 പേരും മീൻ പിടിക്കുന്നവരായിട്ടാണ് കണ്ടത്. അന്ത്രയോസിനെയും പത്രോസിനെയും. ഷീമോൻ എന്ന് പറഞ്ഞ പത്രോസ്. പിന്നെ അപ്പോഴവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പിന്നെ കുറച്ചുകൂടി നടന്നപ്പോൾ വേറെ 2 പേരെ കാണുന്നു. ആരെയൊക്കെയാണ്? യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനും. ആദ്യം കണ്ട 2 പേരും സഹോദരങ്ങൾ തന്നെ. ഷീമോനും അന്ത്രയോസും സഹോദരങ്ങൾ. അതേപോലെ യാക്കോബും യോഹന്നാനും സഹോദരൻ. അവർ 2 പേരെയും വിളിച്ചു. അങ്ങനെ 4 പേരും അവരുടെ എല്ലാം വിട്ടിട്ട് വരികയാണ് ചെയ്തത്. ഇതിൽ പത്രോസ് അല്ലെങ്കിൽ ഷീമോനും അന്ത്രയോസും നമ്മൾ കാണുന്നവർ മീൻ പിടിക്കുന്നവരായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും അവിടെ പറയുന്നില്ല. എന്നാലും അത് പറയുന്നില്ലെന്നോർത്ത് അവർ ഒന്നും ഇല്ലാത്തവരാണെന്ന് നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിലൊരു റെഫറൻസ് തന്നിരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. അവിടെ യേശു ക്രിസ്തു ഒരു അത്ഭുതം കാണിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ രാത്രി മുഴുവനും വല വീശിയിട്ട് അവർക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് യേശു ക്രിസ്തു വന്നിട്ട് നിങ്ങൾ ആഴത്തിൽ വല വീശുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ആദ്യമേ അതിന് ഞങ്ങൾ ഇത്രയും നേരം വല വീശിയിട്ടും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എന്നാലും അത് നിൻ്റെ വാക്ക് അനുസരിച്ച് ഞങ്ങൾ ചെയ്യാം എന്ന് പത്രോസ് പറഞ്ഞത് വല വീശുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഷീമോൻ്റെ പടകിൽ അല്ലെങ്കിൽ പത്രോസിനുള്ള ബോട്ടിലാണ് യേശുക്രിസ്തു കയറിയിട്ട് അന്ന് അവിടെ ഒരു പ്രസംഗമൊക്കെ നടത്തുന്നത്. അതേപോലെ യോഹന്നാനെയും യാക്കോബിനെയും നമ്മൾ കണ്ടപ്പോൾ അവരൊരു പടകിലിരിക്കുന്നതും വല നന്നാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ഫാദറും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് കൂലിക്കാരും ഉണ്ട്. അപ്പോൾ വല നന്നാക്കുന്നത് കണ്ട് യേശുക്രിസ്തു വിളിച്ച ഉടനെ അവരതെല്ലാം വിട്ട് അപ്പനെ കൂലിക്കാരുടെ അടുത്ത് അപ്പനെ ആക്കിയിട്ട് അവരങ്ങ് പോവുകയാണ് യേശുവിൻ്റെ പുറകെ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് രണ്ടും 2 തരത്തിലുള്ള 2 തട്ടിലുള്ളവരാണോ എന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെ ആയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ വിളി ആർക്ക് വന്നാലും നമ്മൾ എപ്പോഴും പോകാനായിട്ട് അല്ലെങ്കിൽ അതിന് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ഉള്ളവരായിരിക്കണം. എന്തായാലും ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു അവരെല്ലാവരും കൂട്ടാളികളായിരുന്നു. ഈ ബിസിനസ്സിൽ, ഈ വേലയിൽ കൂട്ടാളികളായിട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. പക്ഷെ അവരിങ്ങനെ എല്ലാം ഇട്ടിട്ട് പോകാൻ കാരണം എന്തെന്ന് മർക്കോസ് ഒന്നും വിവരിക്കുന്നില്ല. മർക്കോസിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എപ്പോഴും കൂടുതൽ വിശദീകരണമൊന്നും തരുന്നില്ല. പക്ഷേ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് പോയാൽ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം നമുക്ക് കിട്ടും. കാരണം ഈ പറയുന്നത് അന്ത്രയോസ് ആരായിരുന്നു?
സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു അന്ത്രയോസ്. നമുക്കത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 വാക്യമുണ്ട്. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 35-ാമത്തെ വാക്യത്തിൽ, പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞിട്ടുണ്ടാകും, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ലോകത്തിന് ഒരു പാപമുണ്ട്. അതെന്ത് പാപമാണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കൽപ്പനയിലുള്ള ഓരോ പാപങ്ങളെടുത്ത് നോക്കി അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ലോകത്തിൻ്റെ പാപം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൽ നിന്നുള്ള ഒരു വേർപെട്ട ഒരു ജീവിതം, ഈ ഒരു പ്ലാനറ്റ്, ഈ ഒരു ഗോളം മാത്രമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് എതിരായിട്ടും ദൈവത്തിൽ നിന്നുള്ളൊരു വേർപാട് അനുഭവിക്കുന്ന ഒരു ഗോളം. അതാണ് ഈ ലോകത്തിൻ്റെ പാപം. അതില്ലാതെയാക്കാൻ, ആ വേർപാടിനെ മാറ്റി ഈ ഭൂമിയെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാക്കി തീർക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. അത് അന്ത്രയോസിനൊക്കെ യോഹന്നാൻ വിവരിച്ചു കൊടുത്തിട്ടുണ്ടാകണം. പിന്നെ അത് തന്നെയല്ല, ഇവരെല്ലാവരും തന്നെ യഹൂദന്മാരിൽ വിശ്വസ്തതയുള്ള യഹൂദന്മാരെല്ലാം ഈ 4000-ഓളം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരാൾ വരുന്നത് കാത്ത് ഇരിക്കുമായിരുന്നു, മിശിഹ വരുന്നത് കാത്ത്. അപ്പോൾ യോഹന്നാൻ അത് പറഞ്ഞപ്പോഴേക്കും അന്ത്രയോസ് അതിൽ വിശ്വസിച്ചു. ആ 2 ശിഷ്യന്മാരും വിശ്വസിച്ചു. അങ്ങനെ അവർ യോഹന്നാനെ വിട്ടിട്ട് ഈ യേശുവിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. അതിൽ യോഹന്നാന് പരിഭവമൊന്നുമില്ല. കാരണം യേശുവിൻ്റെ പുറകെയാണ് എല്ലാവരും പോകേണ്ടതെന്ന് യോഹന്നാൻ അറിയാം. ഞാനോ കുറയണം, അവൻ വളരണം എന്നാണ് എപ്പോഴും യോഹന്നാൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പുറകെ പോയി. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നുണ്ട്, യേശു തിരിഞ്ഞ് പിന്നാലെ വരുന്നുണ്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയി അവനോടുകൂടെ യേശുവിനോടൊപ്പം ഒരു രാത്രി കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിറ്റേന്നാൾ ഇപ്പോൾ ഇവർ അനുഗമിച്ച സമയം 10-ാം മണി നേരമായിരുന്നു. 10-ാം മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 4 മണിയായിട്ടുണ്ടാകും. 10-ാം മണി യഹൂദന്മാരുടെ കണക്കനുസരിച്ച് 10-ാം മണി എന്ന് പറയുന്നത് വൈകിട്ട് 4 മണിയായിട്ടുണ്ടാകും. അപ്പോഴാണ് അവർ യേശുവിനോടൊപ്പം പോകുന്നത് വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് അപ്പോൾ ഈ യോഹന്നാൻ അത് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ആരായിരുന്നു? ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അങ്ങനെ അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട് യേശുവിനെ കണ്ട് ആ ഒരു ദിവസം രാത്രി ചെലവഴിച്ച് പിറ്റേ ദിവസം വന്ന് ഇവൻ്റെ സഹോദരനോടാണ് ആദ്യം സുവിശേഷം പറയുന്നത്. ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അന്ത്രയോസിൻ്റെ സുവിശേഷം ആദ്യം സ്വന്തം ഭവനത്തിൽ തൻ്റെ ചേട്ടനോടാണ് പറഞ്ഞത്. കാരണം അവരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു മിശിഹായ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് വന്നു, ഞങ്ങൾ അത് തന്നെ മിശിഹ എന്ന് ഉറപ്പിച്ചു. സ്നാപക യോഹന്നാനും പറഞ്ഞു. അന്ത്രയോസ് ഒരു ദിവസം അവിടെ പോയി ഒരു രാത്രി ചെലവഴിച്ചപ്പോൾ അന്ത്രയോസിന് ഉറപ്പായി, ഇത് തന്നെ മിശിഹ, ഞങ്ങൾ കാത്തിരുന്ന മിശിഹ. അത് പത്രോസുമായിട്ട് ഷെയർ ചെയ്തു. അതാണ് ഈ വിളിച്ചപ്പോൾ അതിലൊരാൾ പോയവരിൽ അന്ത്രയോസിൻ്റെ കൂടെ പോയത് യോഹന്നാനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഞാൻ റെഫർ ചെയ്തില്ല. അപ്പോൾ അവർക്ക് 2 പേർക്കും അറിയാം ഈ ആൾ വെറും നിസ്സാരക്കാരനല്ല, ഇതൊരു തമാശയ്ക്കല്ല ഈ വന്ന യേശു വിളിക്കുന്നത് എന്ന് അവർക്കറിയാം. അതാണ് അവരെല്ലാം വിട്ടിട്ട് അവനെ അനുഗമിച്ചു. അവരുടെ വലയും ബോട്ടും എല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചത്. എന്തുകൊണ്ടാണ് ഈ മർക്കോസ് ഇതിലധികം വിശദീകരണം തരാത്തതെന്ന് അറിഞ്ഞോളൂ. ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും എല്ലാം ഉപേക്ഷിച്ച് പോകാൻ കാരണമെന്നൊന്നും തന്നിട്ടില്ല. എങ്കിലും യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി അത് ക്ലിയർ ആകുന്നുണ്ട്. അപ്പം മർക്കോസ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പുസ്തകത്തിൽ. മിക്കവാറും ഇത് യേശുവിൻ്റെ ശക്തിക്ക് ഊന്നൽ കൊടുക്കുന്നതിനാണ്. യേശു വിളിച്ചു, മനസ്സൊരുക്കമുണ്ടായിരുന്ന മീൻപിടുത്തക്കാർ ഉത്തരം കൊടുത്തു. അവരുടെ ജീവിതങ്ങൾ അപ്പോൾ എല്ലാം വിട്ടിട്ട് പോകാനായിട്ട് അവർ തയ്യാറായിരുന്നു. കാരണം അവർക്ക് അറിയാം ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന മിശിഹാന്ന്. വിളിച്ച ഉടനെ തന്നെ അവരെ വിട്ടിട്ട് പോവാണ്. ഇതേപോലെ ഇന്ന് നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി എന്തുപേക്ഷിക്കുവാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്? യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റേതായിട്ടുള്ളതെല്ലാം എനിക്ക് ഇപ്പം തന്നെ എൻ്റെ ഈ സ്വഭാവങ്ങളൊന്നും മാറ്റാതെ തന്നെ എനിക്ക്
ക്രിസ്ത്യാനിയായിട്ട് യേശുവിനെ അനുഗമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സക്സസ്ഫുൾ ആയിരിക്കത്തില്ല. പലതും നമ്മൾ നീക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള സക്സസ്ഫുൾ ഡിസൈപ്പിളായി മാറുന്നത്, വിജയിയായിട്ടുള്ള ഒരു ശിഷ്യനായിട്ട് മാറുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ലവോദിക്ക സഭയുടെ ദൂതൻ്റെ അടുത്ത് യേശുക്രിസ്തുവിൻ്റെ അഡ്വൈസാണ് ലവോദിക്ക സഭയോട്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അപ്പം നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. നമ്മൾ വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാറ്റിവെക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിലുള്ള എന്തായാലും, നമ്മുടെ സമ്പത്തായാലും. ഒരു പ്രമാണി വന്ന് യേശുവിനോട് ചോദിച്ചില്ല, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ കൽപ്പന അനുസരിക്കാൻ പറഞ്ഞു. പിന്നാലും അവനൊരു കുറവുണ്ടെന്ന് അവനറിയാം. അപ്പോഴാണ് യേശു പറയുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്ത് എന്നിട്ട് വന്ന് നീ എന്നെ അനുഗമിക്കാൻ. അപ്പോൾ അത് അവന് ഭയങ്കര വിഷമമായിട്ട് തോന്നി. അത്ര അധികം സമ്പത്തുണ്ടായിരുന്നതുകൊണ്ട് അവന് അത് വിൽക്കാനായിട്ടൊന്നും അത്രയും വില അവൻ ആ നിത്യജീവന് കൊടുത്തിട്ടില്ല. അവൻ്റെ സമ്പത്തിനാണ് അവൻ കൂടുതൽ വില കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ത്യജിക്കാൻ, നമ്മുടെ സമ്പത്തായാലും സമയമായാലും എല്ലാം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കാൻ റെഡിയാകുക. നമ്മുടെ ശീലങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും സ്വഭാവങ്ങൾ നമ്മളിലുണ്ട്, അതെല്ലാം മാറ്റുമ്പോഴാണ് നമുക്കൊരു വിജയിയായ ശിഷ്യനായിട്ട് തീരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതാണ് യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി എന്തുപേക്ഷിക്കാനാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം എന്താണ്? നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് കിടക്കാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, മറക്കുവാൻ കഴിയാത്ത ഒരു ആരാധനാ ശുശ്രൂഷ. ഓക്കെ, അതിൽ നമ്മൾ വായിക്കേണ്ട റെഫറൻസ് തന്നിരിക്കുന്ന മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 തുടങ്ങി 28 വരെ 7 വാക്യങ്ങളാണ്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. 21 തുടങ്ങി ആദ്യത്തെ 4 വാക്യം ആദ്യം വായിക്കാം. അവർ കഫർനഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് ഇത് വായിച്ചിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വായിക്കാം. അവർ കഫർനഹൂമിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അവനല്ല, അവർ എന്ന് പറഞ്ഞാൽ 4 പേരെ യേശു വിളിച്ചു. അവർ 4 പേരും യേശുവും കൂടിയാണ് കഫർനഹൂമിലേക്ക് പോയത്. അവിടെ ചെന്നിട്ട് പള്ളിയിലേക്കാണ് അവർ ശബ്ബത്തിൽ അവിടുത്തെ പള്ളിയിൽ പോയി. അപ്പോൾ അവിടുത്തെ എല്ലാവർക്കും വിസ്മരിക്കാനാവാത്ത ഒരു ശബ്ദമായിരുന്നു അത്. കാരണം നമുക്കും അങ്ങനെയുള്ള അനുഭവങ്ങളോട്ടുണ്ട്. ചില ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ദൂത് കേൾക്കുക, നമ്മുടെ എല്ലാവരെയും ആത്മീയമായിട്ട് നമ്മൾ ഉയർത്തത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു ദൂത് കേൾക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധാരണ നമ്മൾ കാണുന്ന പാസ്റ്റർ അല്ലാതെ വേറെ ആരെങ്കിലും പുതിയൊരാൾ വന്നിട്ട് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൂതൊക്കെ നമ്മൾ ഇതുവരെ കേൾക്കാത്തതൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കും. അത് ആ പറഞ്ഞ വചനങ്ങളെല്ലാം എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കും, നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ കഫർനഹൂമിലെ പള്ളിയിലുള്ളവർക്ക് എല്ലാവർക്കും അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അവർ പറഞ്ഞത് എങ്ങനെ, അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്ര അവരെ ഉപദേശിച്ച്. ഇത്രയും നാൾ അവർ കേട്ടുകൊണ്ടിരുന്ന ശാസ്ത്രിമാരുടെ പഠന ക്ലാസ്സുകളൊക്കെയാണ് അവർ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു യേശു സംസാരിച്ചത്. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ആ മലയിലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഈ പ്രസംഗം കേട്ടിട്ട്. ഇതുവരെ ഇങ്ങനെ ഒരു ഇത് കേട്ടിട്ടേയില്ല. അതാണ് യേശുവിൻ്റെ വചനത്തിൻ്റെ ആ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം, പക്ഷേ അവിടെ അതൊരു ശബദ ആരാധനയാണെങ്കിലും അവിടെ ഒരു പ്രശ്നം നടക്കാൻ പോവാണ്. അതെന്താണ്? 23-ാമത്തെ വാക്യത്തിൽ, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആര് എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ യേശുവിനടുത്ത് ആ പള്ളിയിൽ തന്നെ ആരാധനയ്ക്ക് വന്നിരുന്നതിൽ ഒരാൾ, അശുദ്ധാത്മാവുള്ള ഒരാൾ. അപ്പോൾ നമ്മുടെയൊക്കെ പള്ളികളിൽ ഇരിക്കുന്നവരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, അശുദ്ധാത്മാക്കളുള്ളവരും ഉണ്ടാകും. നമുക്ക് ഏത് ആത്മാവാണുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഉള്ളിൽ.
അപ്പോൾ അവൻ എവിടെ വന്നാലും അവിടെ കലക്കം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പ്രത്യേകിച്ച് യേശു പറയുന്ന വചനത്തിൽ നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കണം. അത് ചിലപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ചില കുഞ്ഞുങ്ങളിലൂടെയും കൂടി അവൻ പ്രവർത്തിക്കും. എല്ലാവരും വചനം ശരിയായിട്ട് കേൾക്കാതെ എല്ലാവരുടെയും മനസ്സിൽ കൊള്ളാതിരിക്കാനായിട്ട് പലരിലൂടെയും അശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഇവിടെ ആ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ, എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തു അവനെതിരായിട്ടായിരിക്കും അശുദ്ധാത്മാക്കൾക്കെതിരായിട്ട് സംസാരിച്ചതുകൊണ്ടായിരിക്കും അവൻ എഴുന്നേറ്റ് ചോദിക്കുന്നത്, നസ്രായൻ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? അവർക്കത് ഫീൽ ചെയ്തു. ഇവൻ വന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും തോൽവിക്കായിട്ടാണ്, ഞങ്ങളെ നശിപ്പിക്കാനാണെന്ന്. അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. എന്നിട്ട് അവർ അവിടെ വെച്ചൊരു സാക്ഷ്യം പറയുന്ന യേശുവിനെ കുറിച്ച്. ആരാന്ന് പറയുന്നത്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ. അപ്പോൾ ഈ അശുദ്ധാത്മാക്കൾക്ക് പോലും അറിയാം യേശു ക്രിസ്തു ആരാന്ന്. മർക്കോസ് ആദ്യത്തെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയും, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ദൈവപുത്രനാണ് യേശു ക്രിസ്തു എന്ന് മർക്കോസ് സാക്ഷ്യം പറഞ്ഞു. ഇവിടെ ഈ പിശാചുക്കൾ സാക്ഷ്യം പറയുന്നത്, അശുദ്ധാത്മാക്കൾ സാക്ഷ്യം പറയുന്നത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് സാക്ഷ്യം പറയാം. യേശു അപ്പോൾ അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടു പോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. അത് ഇങ്ങനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു അശുദ്ധാത്മാവ് വന്ന് അവൻ പോകുമ്പോൾ നമ്മുടെ ഫിസിക്കലായിട്ട്, നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് തന്നെ ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനെ ഇഴച്ച് അവൻ താഴെ വീണ് എന്നിട്ട് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു. അപ്പോൾ അധികാരത്തോടെയാണ് പറയുന്നത്, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ എത്രമാത്രം ശക്തിയേറിയ ഒരു ദൂതനാണ് യേശു. യേശുവിനെ ഞാൻ ദൂതൻ എന്ന് പറഞ്ഞതിൽ നമ്മളാരും വിഷമിക്കേണ്ട. ആ ദൂതൻ എന്ന് പറയുന്നത് യേശുവിനെ പലപ്പോഴും മിഖായേൽ എന്ന് പറയുന്ന സൈന്യത്തിൻ്റെ എല്ലാം ക്യാപ്റ്റനായ മിഖായേലാണ് യേശു. അപ്പോൾ എത്ര ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്, എത്ര അധികാരത്തോടെയാണ് അശുദ്ധാത്മാക്കളോടും കൂടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എങ്ങും പരന്നു. അപ്പോൾ ഇത് കേട്ട ആ ശബദ് കഴിഞ്ഞ് വീട്ടിൽ പോയവരെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാകും, അയ്യോ ഇത്രയും ഒരു ഭയങ്കരമായ അത്ഭുതമാണ് ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ നടന്നത്, എന്തൊരു നല്ല ദൂതാണ് ഞങ്ങൾ കേട്ടത്. അതുപോലെ ഒരു അത്ഭുത പ്രവൃത്തി, ഒരു അശുദ്ധാത്മാവിനെ ഒറ്റ വാക്കുകൊണ്ട് അധികാരത്തോടെ പറഞ്ഞവനെ പുറത്താക്കി എന്നെല്ലാം അവർ പറഞ്ഞിരിക്കാം എല്ലാവരോടും. ഓക്കെ, അപ്പോൾ ഇത് ആ കാലത്ത് യേശു അത് വെളിപ്പെടുത്തിയാൽ പല അപകടങ്ങളും ഉണ്ടാകും എന്നറിയാം. ഞാനാണ് മെഷിഹ എന്ന് വെളിപ്പെടുത്തിയാൽ. കാരണം യഹൂദന്മാരുടെ എല്ലാം ചിന്തയിൽ മെഷിഹ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, ഒരു പുൽത്തൊട്ടിയിൽ ശിശുവായിട്ട് വരികയും പിന്നെ ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതല്ല അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന മെഷിഹ. അപ്പോൾ ഈ യേശു അത് തുടക്കത്തിലേ അതിപ്പോൾ വെളിപ്പെടുത്തിയാൽ അത് പ്രശ്നമാകും എന്ന് യേശുവിനറിയാം. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് മിണ്ടരുതെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അതൊന്നും ആ യേശുവിൻ്റെ വ്യക്തിത്വം അങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. പിന്നീട് അത് തെളിവായി വരുന്നുണ്ട്. അത് അവൻ്റെ ജീവന് അപകടമായി തീരുകയും ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ഈ പുസ്തകത്തിലുണ്ട്, ഏതൽക്കാല സത്യത്തെക്കുറിച്ച് നാം വിശ്വസിക്കുന്നതെല്ലാം അവതരിപ്പിക്കാതിരിക്കുന്നതിന് വിവേകമുള്ളവരായിരിക്കേണ്ടത് എപ്പോഴാണ്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു കത്തോലിക്കനോടാണ് സംസാരിക്കണമെങ്കിൽ നേരെ ചെന്നിട്ട് നീയൊക്കെ തെറ്റാണ് വിശ്വസിക്കുന്നത്, നിൻ്റെ പോപ്പാണ് ഇതിലെ മൃഗം എന്ന് നമ്മൾ പറയാമോ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അയാളെ നേടാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ ആദ്യമേ നമ്മൾ ഇടപെടരുത്. നമ്മളെന്താണോ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ ദൈവത്തെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ശബദിനെക്കുറിച്ച് പോലും പറയുന്നതിന് മുമ്പ് ദൈവം എന്താണ് എനിക്ക് ചെയ്തത്, എൻ്റെ യേശു എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളതെല്ലാം നമ്മൾ സാക്ഷ്യമായിട്ട് മറ്റുള്ളവരെ അറിയിക്കേണ്ടത്. അങ്ങനെ അവരുമായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ടാക്കിയിട്ട് നമ്മൾ പതുക്കെയാണ് അത് അറിയിക്കേണ്ടത്. അല്ലാതെ
മുഖത്തടിച്ചവരോട് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മൾ ബുദ്ധിയോടെ വേണം ദൈവവേല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംഭാഷണം നടത്തേണ്ടത്. ചൊവ്വാഴ്ചത്തെ പാഠം കൂടുതൽ ശബത്ത് ശുശ്രൂഷ എന്നാണ് തുടങ്ങുന്നത്. നമുക്ക് വായിക്കാനുള്ളത് മർക്കോസ് 1:29 തുടങ്ങി 34 വരെ. അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ശീമോൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ വന്നു. അവിടെ ശീമോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തുനിന്ന് അവളുടെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിക്കുവാൻ അവയെ സമ്മതിച്ചില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തൊരു തിരക്ക് പിടിച്ചൊരു ശുശ്രൂഷയായിരുന്നു, ഒരു ദിവസമായിരുന്നു, ശബത്ത് ദിവസമായിരുന്നു യേശുവിൻ്റെ. നമ്മൾ രാവിലെ യേശുവിനെ പള്ളിയിൽ കണ്ടു. അവിടെ വെച്ച് ഒരു ഭൂതഗ്രസ്തനെ രക്ഷിച്ചെടുത്തു, ആ ഭൂതത്തെ ഒഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അല്പസമയത്തെ വിശ്രമത്തിനായിരിക്കും പത്രോസിൻ്റെ വീട്ടിലേക്ക് വന്നത്. നമുക്കറിയാം യേശു വന്നത് ഈ കഫർന്നഹൂമിലേക്ക് വന്നത് ആ 4 ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ച് 4 പേരെയും കൊണ്ടാണ്. അവരിൽ 2 പേരുടെ വീടായിരുന്നു അത്. പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്, അവർ 2 പേരുടെയും വീടാണ്. അപ്പോൾ അവിടെയാണ് യേശു അന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ചെലവഴിക്കാനായിട്ട് വന്നത്. ഒരു സൗഹൃദ ഭക്ഷണത്തിലും കൂട്ടായ്മയിലും ചെലവിടുന്നതിനായിട്ടാണ് അവിടെ വന്നത്. അപ്പോൾ കൂടെ യോഹന്നാനും യാക്കോബും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ശുശ്രൂഷ യേശുവിന് നിവർത്തിക്കേണ്ടി വന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ചെയ്തത്? അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാർ അമ്മായിയമ്മയുടെ പനിയെക്കുറിച്ച് പത്രോസായിരിക്കും പറഞ്ഞത്. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വേറെ എന്തൊക്കെ ചെയ്തു എന്നോ പറഞ്ഞു എന്നൊന്നും കാണുന്നില്ല. കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോഴേക്കും അവൾക്ക് സൗഖ്യമായി. അപ്പോൾ ആ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എത്രമാത്രം ഹാർഡ് വർക്കാണ് യേശുക്രിസ്തു ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഒരു നേരം പോലും വിശ്രമിക്കാൻ പറ്റാതെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇവർ 4 പേരും കൂടെ യേശുവിനോടൊപ്പം ശിമോൻ്റെ അന്ത്രയോസിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് അവളുടെ പനി വിട്ടുമാറുകയും ഉടൻ തന്നെ അവൾ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. അതേപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ അടുത്ത് നിന്ന് ശുശ്രൂഷിച്ച് പനി വിട്ടുമാറി അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സൂര്യൻ അസ്തമിച്ച ശേഷം. അപ്പം മർക്കോസ് അത് പറയാൻ കാരണം നമ്മൾ നോക്കുമ്പോൾ ശബദിനെ കുറിച്ച് ഒന്നും അവിടെ പറയുന്നില്ല മർക്കോസ്. പക്ഷേ ശബദിൻ്റെ അന്ന് സൂര്യൻ അസ്തമിച്ച ശേഷം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശബദിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം അവിടെയുള്ള എല്ലാ യഹൂദന്മാരും ശബദ് അനുസരിക്കുന്നവരായിരുന്നു. അവരെല്ലാവരും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് മർക്കോസ് അങ്ങനെ പറഞ്ഞത്. അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമില്ല. അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ശബദ് കഴിഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണം ഒക്കെയും വാതിൽക്ക് വന്ന് കൂടിയിരുന്നു. കാരണം നമ്മൾ നേരത്തെ വായിച്ചു, തിങ്കളാഴ്ചത്തെ പാഠത്തിൽ വായിച്ച അവസാന വാക്യം വായിച്ചത് ഇങ്ങനെയാണ്: അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എങ്ങും പരന്നു. ആ അശുദ്ധാത്മാവിനെ പുറത്താക്കിയപ്പോൾ അധികാരത്തോടുകൂടിയാണ് അശുദ്ധാത്മാവ് ബാധിച്ചവനോട് പറയുന്നത്. അശുദ്ധാത്മാവിനോട് യേശു പറയുന്നത് മിണ്ടരുത്, അവനെ വിട്ടു പോ എന്ന് പറഞ്ഞത്. അതേപോലെ അപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അതുകൊണ്ടാണ് അവരെല്ലായിടത്തും ചെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗലീല നാടിൽ എങ്ങും പരന്ന്. എന്നിട്ട് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും പത്രോസിൻ്റെ വീടിൻ്റെ വാതിൽക്കലെത്തി. പട്ടണം മുഴുവനും എത്തിയിരിക്കുന്നത്. ആരെ കൊണ്ടൊക്കെ വന്ന് നാനാവ്യാധികളിൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേക ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിക്കുവാൻ അവയെ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മുടെ യേശുവിൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്.
ഒന്നാമത് തന്നെ ദൈവിക ശുശ്രൂഷ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആയിരിക്കണം എന്നില്ല, അപ്രതീക്ഷിതമായിട്ടായിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചെയ്യേണ്ടിയിരുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു ഒരാളുടെ അടുത്ത് പോകേണ്ടി വരുന്ന, ഒരാളുടെ രോഗിയെ കാണേണ്ടതോ അല്ലെങ്കിൽ ഒരാൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പറയാം, നമ്മളതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ അങ്ങനെ വരും. അപ്പോൾ നമ്മൾ അത് ഏത് സമയത്ത് വന്നാലും അത് ചെയ്യാനായിട്ട് റെഡിയാകുക. ഞാൻ പലപ്പോഴും കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരുമ്പോഴായിരിക്കും അറിയുന്നത് നമുക്ക് ഇന്നാൾ അവർക്ക് രോഗമായിട്ട് കിടക്കുകയാണ്, നമുക്കൊന്ന് പോയി കാണണം എന്ന് ഇവിടെയുള്ള സ്ത്രീകൾ പലരും പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ അവരോടൊപ്പം, ഞാൻ ഓഫീസിലെ വേറെ കാര്യങ്ങൾ പലതും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ അവിടെ പോകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ ആയിട്ടൊക്കെ വേണ്ടി സുഖമില്ലാതിരിക്കുന്നവരുടെ അടുത്ത് പോകും. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ എപ്പോഴും അപ്രതീക്ഷിതമായിട്ടായിരിക്കും. അത് നമ്മൾ റെഡിയായിരിക്കണം എപ്പോഴായാലും പോകാനായിട്ട്. രണ്ടാമത്, പത്രോസിൻ്റെ അമ്മായിയമ്മ ശുശ്രൂഷിച്ചത് എപ്പോഴാണ്? അവൾക്ക് സൗഖ്യം വന്നതിന് ശേഷം, അവളുടെ പനി വിട്ടു മാറിക്കഴിഞ്ഞിട്ടാണ് ശുശ്രൂഷ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷയും. ആദ്യം നമ്മൾ സൗഖ്യമാകണം. അത് ശാരീരികമായിട്ടുള്ള സൗഖ്യവും ആത്മീകമായിട്ടുള്ള സൗഖ്യവും വന്നതിന് ശേഷം നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് അത് വിജയകരമാവുന്നത്. ആത്മീയമായിട്ടുള്ള സൗഖ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ ആ ഒരു സ്പർശനം ആവശ്യമാണ്. യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയെ കൈപിടിച്ച് അവരെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴവളുടെ പനി വിട്ടുമാറി. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളായാലും ആത്മീയമായിട്ട് നമുക്കുള്ള രോഗങ്ങളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ നിസ്സഹകരണവും നമ്മുടെ അലസതയും ഇതൊക്കെ മാറണമെങ്കിൽ യേശു ഒന്ന് തൊടാനായിട്ട് നമ്മൾ സമ്മതിക്കണം. യേശുവിൻ്റെ സ്പർശനം, അങ്ങനെ നമ്മൾ ആ സ്പർശനമേറ്റ് സൗഖ്യമായ കഴിഞ്ഞാൽ നമുക്ക് എത്ര ഭംഗിയായിട്ട് ദൈവവേല ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സൗഖ്യമായതിന് ശേഷം മാത്രം ദൈവവേലയിൽ പ്രവേശിക്കുക. അപ്പോഴാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാം 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കണം, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കയ്യാൽ തൊട്ടതുമായ സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യം. അതുപോലുള്ളൊരു അനുഭവം നമുക്ക് വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, എൻ്റെ ചെവി കൊണ്ട് കേട്ടു, ഞാൻ യേശുവിൻ്റെ സ്പർശനം അറിഞ്ഞു. അതാണ് നമ്മളെല്ലാവരോടും സാക്ഷ്യമായിട്ട് പറയേണ്ടത്. അതാണ്. അപ്പോൾ ദൈവത്താലുള്ള ഒരു സ്പർശനം ലഭിച്ചവർ ആയിരിക്കണം നമ്മൾ, എന്നിട്ട് വേണം നമ്മുടെ മിനിസ്ട്രി തുടങ്ങാൻ. പിന്നത്തെ വേറൊരു കാര്യം യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, അതിൽ മുഴുവൻ സേവനമായിരുന്നു യേശു ചെയ്തത്. ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല യേശു ചെയ്തത്, ഫുൾ സേവനമായിരുന്നു. ഏറ്റവും എല്ലാവരെയും ശുശ്രൂഷിക്കുകയാണ് ചെയ്തത് യേശു. പലവിധമാവുന്ന രോഗങ്ങളാൽ വരുന്നവരുണ്ടായിരുന്നു, പിന്നെ ഭൂതങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ടായിരുന്നു, ഭൂതബാധിതരുണ്ടായിരുന്നു. എല്ലാവരെയും സൗഖ്യമാക്കി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്തത് യേശു ക്രിസ്തു. ഒന്നും അവരിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തല്ലേ. ഇന്ന് നമ്മൾ കാണുന്ന ആരുടെ അടുത്ത് പോയാലും, വൈദ്യന്മാരുടെ അടുത്ത് പോയാലും സുവിശേഷ പ്രസംഗികരുടെ അടുത്ത് പോകുന്നവരുണ്ട്, അവിടെ നിന്ന് സൗഖ്യമാകുമെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ എന്തെങ്കിലും ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് ഒന്നുമില്ലാതെ സൗജന്യമായിട്ട് നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ റെഡിയായതായിരുന്നു യേശു ക്രിസ്തു. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയും അതുപോലെ ആയിരിക്കണം, സർവീസ് ആയിരിക്കണം നമ്മുടെ മുൻതൂക്കം, നമ്മൾ സേവനം ചെയ്യുന്നവരായിരിക്കാം. ഇനി അതുപോലെ നമ്മുടെ ശുശ്രൂഷ നമ്മൾ ആരെയും കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ശുശ്രൂഷയാണെങ്കിൽ അതിൻ്റെ ശ്രുതി എല്ലായിടത്തും പടരും. അതാണ് അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എങ്ങും പരന്നു. ആരും പോയി ഒരു ക്യാൻവാസിങ് നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. ആ ശുശ്രൂഷകൻ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവൻ, ഇത്രയും അധികാരത്തോടെ സംസാരിക്കുന്ന ഒരു പ്രാസംഗികനുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയുമ്പോഴേക്കും എല്ലാവരും അവൻ്റെ അടുക്കലേക്ക് വരും. അതുപോലെ നമ്മളായിത്തീരണമെങ്കിൽ നമുക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും നമുക്കിതുപോലെ അധികാരത്തോടെ ദൈവവചനം പറയുവാനും മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുവാനിടയായിത്തീരും. അപ്പോൾ അത് കേൾക്കുന്നവരും മറ്റുള്ളവരോട് പറയും. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന പോലെ
എല്ലാവരും ഒരാൾ അനുഭവിച്ച് കേട്ടറിഞ്ഞത് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അങ്ങനെയാണ് മിനിസ്ട്രി വർദ്ധിക്കുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒരു കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കണം, മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കണം. എല്ലാ മിനിസ്റ്റേഴ്സും മറ്റുള്ളവരെ കരുതുന്നവർ ആയിരിക്കണം. പിന്നെ അത് അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യേശുക്രിസ്തു ചെയ്തതും അങ്ങനെ തന്നെ. ആ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്തതും നാനാവിധമാകുന്ന വ്യാധികളെ വലഞ്ഞു വന്നവരെ എല്ലാവരെയും സൗഖ്യമാക്കുകയും ചെയ്തു. എല്ലാവർക്കും വേണ്ടി കരുതുന്ന ഒരു എല്ലാവരെയും കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു യേശുക്രിസ്തു. അതുപോലെ ആയിരിക്കും നമ്മുടെ ശുശ്രൂഷ. അതുപോലെ അവസാനത്തെ ഒരു കാര്യം ശുശ്രൂഷയെക്കുറിച്ച് പറയാനുള്ളത്, അത് അടുത്ത പാഠത്തിൽ വരുന്നതാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതില്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ശുശ്രൂഷയിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. ബുധനാഴ്ചത്തെ പാഠം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു: യേശുവിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യം, അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ രഹസ്യം. എങ്ങനെയാണ് യേശുക്രിസ്തുവിന് ഇത്രയും ഹാർഡ് വർക്ക്, ഒരു വിശ്രമവും ഇല്ലാതെ, ക്ഷീണവും ഇല്ലാതെ എല്ലാം ഒരു ദിവസം മുഴുവനും ഇങ്ങനെ വേലയിൽ ഏർപ്പെടാനായിട്ട്? അതിൻ്റെ രഹസ്യം എന്താണ്? നമുക്കറിയാം, നമ്മൾ പലരും ഒരു ശബത്തിൻ്റെ ആരാധന കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്ഷീണം എല്ലാവർക്കും. പിന്നെ എല്ലാവരും ഉച്ച കഴിഞ്ഞൊരു ഭയങ്കര വിശ്രമമാണ് എല്ലാവർക്കും, ഭയങ്കര ക്ഷീണം. പ്രത്യേകിച്ച് പ്രസംഗമൊക്കെ പറയുന്നവർക്കാണെങ്കിൽ ഭയങ്കര അധ്വാനം കഴിഞ്ഞ് വരുന്ന പോലെ അവർക്കും ഭയങ്കര ക്ഷീണം എല്ലാവർക്കും. ഈ പള്ളിയിൽ അത് കേൾക്കാൻ പോകുന്നവർക്കും ഉച്ച കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമാണ്. പക്ഷേ യേശു സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് വേണ്ടി വേല ചെയ്തതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം രഹസ്യം എന്താണെന്ന് അറിയണം. ഈ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിലാണ്. നമ്മൾ 34 വരെയാണ് ഇപ്പോൾ വായിച്ചത്. 35 എന്ത് ചെയ്തു നോക്കാം. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, പക്ഷേ അന്നത്തെ അധ്വാനം ഭയങ്കരമായിരുന്നു. ശബദാണെന്നോർത്ത് യേശു വിശ്രമിക്കുകയല്ല ചെയ്തത്, എല്ലാവർക്കും വേണ്ടിയിട്ട് യേശു പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഒരു വിശ്രമം ശബദാണ്, എന്നാലും അങ്ങനെ വിശ്രമിക്കുകയല്ലേ, ഇതെല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒത്തിരി പേരെ ചെയ്ത് അവർ അസ്തമിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്, എന്നാലും ആ ദിവസം മുഴുവനും യേശു പലർക്കും സൗഖ്യമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഇതിലാണ്. അപ്പോൾ രാത്രി നല്ല ക്ഷീണിതനായിട്ടായിരിക്കും അന്ന് യേശുക്രിസ്തു ഉറങ്ങിയത്. എന്നിട്ടും അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ, തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ആകുവാനായിട്ടാണ് യേശു ആഗ്രഹിച്ചത്. അതാണ് യേശുവിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. അതികാലത്തെ എഴുന്നേറ്റ് തൻ്റെ പിതാവുമായിട്ടുള്ള സംഭാഷണത്തിൽ, അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ. നമുക്കറിയാം, നമുക്കിപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിമൻസ് മിനിസ്ട്രിയിലേക്ക് ഇപ്പോൾ ഒരു സൂം മീറ്റിംഗ് ഉണ്ട് രാവിലെ 5 മണിക്ക്. എല്ലാ സ്ത്രീകളും പറയുന്നത് അതവർക്ക് ഭയങ്കര അനുഗ്രഹമാണ്. അത് രാവിലെ എഴുന്നേറ്റ് ആദ്യമേ അവർ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ വചനം പഠിക്കാനും ഒക്കെ അവസരം കിട്ടുന്ന വളരെ നല്ലതായിട്ടാണ് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ വേറെ ചില സഹോദരങ്ങളും അങ്ങനെ സൂം മീറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് ഞാൻ രാവിലെ. അത് വളരെ നല്ല കാര്യമാണ്. ദൈവം അവരെ അനുഗ്രഹിക്കും. ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടെ ഒരു ദിവസം ആരംഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടി വായിക്കാം. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. 6:12. ലൂക്കോസ് 6:12 നമ്മളിങ്ങനെ വായിക്കുന്നു: ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്നാണ് പറയുന്നത്. രാത്രി മുഴുവനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരുന്നു യേശുക്രിസ്തു. ഒരു മലയിൽ പോയിട്ട് ദൈവവുമായിട്ട് ബന്ധത്തിൽ. ഇവിടെ മർക്കോസിൻ 1:35 പറഞ്ഞ അവൻ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ പ്രാർത്ഥനയാണ് ശരിക്കും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ വിജയം. ദൈവം എപ്പോഴും അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾക്കറിയാം, നിക്കോദീമസ് യേശുവിനെ കാണാൻ വന്നപ്പോൾ രാത്രിയിലാണ് വന്നത്. നിക്കോദീമസ് ആദ്യം പറഞ്ഞ എന്താണെന്നറിയാം യേശുവിനോട്? റബി, നീ
ദൈവത്തിൽ നിന്ന് ഒരു ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സൻഹെദ്രിൻ അവരെല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ടാവും യേശുവിനെക്കുറിച്ച്. അപ്പോൾ അവരെല്ലാവരും വിശ്വസിക്കുന്നു ഇത് ഒരു ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഉപദേഷ്ടാവാണ്. ദൈവപുത്രനാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ടീച്ചറാണ്. ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ, യേശുവിനെ ഒരു ടീച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ നിക്കോദീമോസ് പറയുന്നത്, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നിനക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നിനക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് നിക്കോദീമോസ് സാക്ഷ്യം പറയുകയാണ്. അതേപോലെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, 14:10, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാവുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കും, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അത്ര ബന്ധമായിരുന്നു അവർ തമ്മിൽ. പിതാവ്, ദൈവം യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് യേശു പറയുന്നത്, യേശുവിൻ്റെ ശരീരം ഒരു മന്ദിരമായിരുന്നു എന്നാണ് പറയുന്നത്, ദൈവം വസിക്കുന്ന ഒരു മന്ദിരം. അതേപോലെ ആ ബന്ധം, ഭയങ്കരമായ തീവ്രമായ ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നുകൊണ്ടാണ് യേശുവിന് ഇത്രയും വിജയകരമായിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞത്, തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കാനും കഴിഞ്ഞു. ആ ഒരു ബന്ധം നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷയും ഏറ്റവും വിജയകരമായി തീരും. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ യേശുവിന് ഇത്രയും സമയം പ്രാർത്ഥനയ്ക്ക് ചെലവിട്ടെങ്കിൽ നമ്മൾ എത്രമാത്രം അതിനു വേണ്ടി ചെലവിടണം സമയം എന്നാണ് ഒരു ചോദ്യം ഇതിലുള്ളത്. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ അതുപോലെയാണോ? ദൈവമായിട്ടൊരു ബന്ധം എനിക്കുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ടോ ദൈവത്തോട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതില്ലെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യാഴാഴ്ചയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമോ എന്നാണ് വ്യാഴാഴ്ചത്തെ പാഠം. അത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 തുടങ്ങി 45 വരെ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്, എന്നാൽ ചെന്ന് പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ച് നിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചവർക്ക് സാക്ഷ്യത്തിനെ അർപ്പിക്കുക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിക്കുവാനും വസ്തുത പ്രസംഗിക്കുവാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടക്കുവാൻ കഴിയായകൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തുനിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. അപ്പോൾ ഇവിടെ ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമോ? യേശുക്രിസ്തു അവനോട് പറഞ്ഞു. ആ കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്ന്, നമുക്കറിയാം കുഷ്ഠരോഗമുള്ളവരെ മറ്റുള്ളവർ കണക്കാക്കുന്നത് എങ്ങനെയാണ്. അതിപ്പോഴും നമ്മൾക്കും അതുപോലെ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കും ഒരു തരത്തിലുള്ള ഒരു പ്രയാസമുണ്ട് അവരോട് ഇടപെടാനും അവരെ സ്പർശിക്കുവാനും അവരോട് എപ്പോഴും ഒരു അകൽച്ച പാലിക്കാനായിട്ട് ഈ കാലത്ത് നമ്മളും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്തായിരിക്കും? അന്ന് അവർ അശുദ്ധരെന്നാണ് കണക്കാക്കിയിരുന്നത്, കുഷ്ഠരോഗികൾ അശുദ്ധരെന്നാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ എത്രമാത്രം അവജ്ഞയോടെ ആയിരിക്കും അവരോട് എല്ലാവരും ഇടപെടുന്നത്. അപ്പോൾ പക്ഷേ യേശു എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. യേശുവിൻ്റെ അടുത്ത് അയാൾ വന്നിട്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ച് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട്. അപ്പോൾ അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് യേശുവിൽ, ശുദ്ധമാക്കാൻ കഴിയും. ആർക്ക് മനസ്സുണ്ടെങ്കിൽ? എനിക്കല്ല, നിനക്ക്. യേശുവിന് മനസ്സുണ്ടെങ്കിൽ, നീ എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് പറ്റും. അത്രയും വിശ്വാസം അയാൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ യേശു എന്താ പറഞ്ഞേ? യേശു മനസ്സലിഞ്ഞു, അവനെ തൊട്ടു, കൈനീട്ടി അവനെ തൊട്ടു. ഒരാളും അങ്ങനെ ഒരു കുഷ്ഠരോഗിയെ തൊടത്തില്ല, എല്ലാവരും അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ യേശു അവനെ തൊട്ടു. എന്നിട്ട് എന്താ പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകുക എന്ന് പറഞ്ഞു, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ അവന് കുഷ്ഠം മാറി, അവൻ ശുദ്ധി വന്നു. എത്ര സ്നേഹമുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കുഷ്ഠരോഗികളെ എല്ലാവരും വെറുക്കുന്ന, എല്ലാവരും അകറ്റി നിർത്തുന്ന ആ രോഗിയെ തൊട്ടുകൊണ്ടാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുഷ്ഠരോഗിയെ തൊടുന്നവനും അശുദ്ധനാകും എന്നാണ് ലേവ്യ പുസ്തകം 13 പറയുന്നത്, 13-ാം അധ്യായത്തിൽ. പക്ഷേ ഇവിടെ പറയുന്നത് രോഗിയായ മനുഷ്യനെ തൊട്ട യേശുവിൻ്റെ പ്രവൃത്തി അവനെ കുഷ്ഠത്തിൽ നിന്ന് ശുദ്ധമാക്കി എന്നതിന് മർക്കോസ് ഉറപ്പുള്ളവനായിരുന്നു. അങ്ങനെ ആ മനുഷ്യനെ തൊട്ടതുകൊണ്ട് യേശു അശുദ്ധനായില്ല. യേശു തൊട്ടപ്പോഴേക്കും അവൻ കംപ്ലീറ്റ് ശുദ്ധനായി തീർന്നു. എല്ലാ രോഗങ്ങളും അവന് വിട്ടുമാറി.
അപ്പോൾ യേശുവും അശുദ്ധനായിട്ടില്ല. അപ്പോൾ പിന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഉടനീളം കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും മോശയുടെ ന്യായപ്രമാണത്തെ ത്യജിച്ച് കളയാനായിട്ട് മർക്കോസ് മുൻകൈ എടുക്കുന്നില്ല. എപ്പോഴും നിങ്ങൾ അതിൽ റെഫർ ചെയ്യണം, മോശയുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് നീ നിന്നെ തന്നെ ചെന്ന് പുരോഹിതന് കാണിച്ച് നിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക. അങ്ങനെ ലേവ്യ പുസ്തകത്തിൽ അതിൻ്റെ നിബന്ധനകളുണ്ട്, സൗഖ്യമായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് അനുസരിക്കാനായിട്ടാണ് യേശു അവനോട് പറഞ്ഞത്. അല്ലാതെ അവരൊന്നും നമ്മൾ മത്സരിച്ച് അവരോട് എതിർത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ആ നിയമങ്ങളെയൊക്കെ അനുസരിക്കണം എന്നാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവനോട് പറഞ്ഞ ഒരു കാര്യം അവൻ അനുസരിച്ചില്ല. നീ ഇതാരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവനെന്താ ചെയ്തത്? അവൻ എല്ലാവരോടും ഘോഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞേ, വസ്തുത പ്രസംഗിക്കാനും തുടങ്ങി. എല്ലാവരുടെ അടുത്ത് കണ്ട എല്ലാവരുടെ അടുത്ത് ഇയാൾ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കി, യേശു എന്ന് പറയുന്ന ആൾ എന്നെ സൗഖ്യമാക്കി, ഇത് കണ്ടോ. അവൻ്റെ സന്തോഷം കൊണ്ട് പറയുന്നതായിരിക്കും. അത്രയും നാളും ആരും അവനെ അടുപ്പിക്കത്തില്ലായിരുന്നു കുഷ്ഠരോഗിയായതുകൊണ്ട്. ഇപ്പോൾ അവൻ എല്ലാ അസുഖവും മാറി നല്ല പരിപൂർണ്ണ ശുദ്ധനായപ്പോൾ അവൻ്റെ ആ സന്തോഷം അവൻ അടക്കി വെക്കാൻ പറ്റിയില്ലായിരിക്കും. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കൊരു മുടക്കം വന്നു, ചെറിയ തോതിൽ. കാരണം യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടക്കുവാൻ കഴിയായക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു. അപ്പോൾ യേശുവിന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു അത്ഭുതം നടന്നു. ഇനി ഈ യഹൂദ പരീശന്മാർക്ക്, ശാസ്ത്രിമാർക്ക്, പുരോഹിതന്മാർക്കൊന്നും യേശുവിനെ എതിർക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന് പകരം അവർ യേശുവിനെ അപായപ്പെടുത്താൻ നോക്കും. കാരണം ഇത്രയും വലിയൊരു സാക്ഷ്യമാണ് അവരുടെ മുമ്പിലുള്ളത്. കുഷ്ഠരോഗിയായ അവൻ സൗഖ്യമായി. അതുകൊണ്ടാണ് യേശു അവരിൽ നിന്ന് മാറി അധികം ആൾക്കാരില്ലാത്ത പ്രദേശത്ത് ചെന്ന് പാർത്തു. പക്ഷെ അവിടെ എന്തു പറ്റി? എല്ലായിടത്തുനിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നവൻ, ദൈവത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ആയിരുന്നാലും പലരും നമ്മിലേക്ക് വരും. നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് പഠിക്കാനും ദൈവവുമായിട്ട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വന്നുകൂടും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷയും. ദൈവം അതിനായിട്ട് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് വ്യാഴാഴ്ചത്തെ പാഠമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ആഴ്ചയിൽ നമ്മൾ പഠിച്ച പാഠങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ, യേശു ആദ്യമേ ശിഷ്യന്മാരെ വിളിക്കുന്നു. അവർ 4 പേരെയും, ഈ 2 സഹോദരന്മാരെ വിളിച്ചു. അവർ വിളി കേട്ട ഉടനെ അതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുകയാണ് ചെയ്തത്. അതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് അതിനുള്ള സൂചന കിട്ടുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്ന മശിഹയാണെന്നവർക്ക് യേശുവിനെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മർക്കോസ് അത്ര അധികം വിവരണം തന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവർക്കറിയാമായിരുന്നു ഇവനാണ് മശിഹ എന്ന്. അതാണ് ഇതെല്ലാം വിട്ടിട്ട് അവർ അനുഗമിച്ചത്. അതുപോലെ മറക്കാൻ കഴിയാത്തൊരു ശുശ്രൂഷ, ആ പള്ളിയിൽ അന്ന് ചെയ്ത ആ പ്രസംഗം ഒരു ശാസ്ത്രിമാരും പറയാത്ത രീതിയിലാണ് പ്രസംഗിച്ചത്. അതെല്ലാം ആ കേട്ടവരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. അതുപോലെ അശുദ്ധാത്മാവിനോട് അധികാരമുള്ളവനായിട്ടാണ് അശുദ്ധാത്മാവിനെ അവൻ പുറത്താക്കിയത്. അതുപോലെ ആ ദിവസത്തെ ശുശ്രൂഷ മുഴുവനും ഒരു ക്ഷീണവുമില്ലാതെ, ഒരു സ്റ്റോപ്പില്ലാതെ ആയിരുന്നു പ്രവർത്തിച്ചത്. അന്ന് ഒത്തിരി ശുശ്രൂഷ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു. പക്ഷെ അതിൻ്റെയൊക്കെ വിജയം എന്തായിരുന്നു? തൻ്റെ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം, തൻ്റെ പ്രാർത്ഥന, അതിരാവിലെയും രാത്രിയിലും എല്ലാം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരുന്നു യേശു കഴിഞ്ഞത്. അതുകൊണ്ടാണ് അത്രയും വിജയിക്കുന്ന ഒരു ശുശ്രൂഷ നടത്താൻ യേശുവിന് സാധിച്ചത്. പക്ഷേ യേശു പറഞ്ഞ പോലെ ആ കുഷ്ഠരോഗിക്ക് തൻ്റെ സന്തോഷം അടക്കാൻ പറ്റാത്തതുകൊണ്ട് അനുസരണക്കേട് കാണിച്ചു. അത് യേശുവിൻ്റെ ശുശ്രൂഷയിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടാക്കിയെങ്കിലും അത് തുടർന്നു പോയതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളുടെ ശുശ്രൂഷയെ, നമ്മളിന്ന് യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ചില പാഠങ്ങൾ കേട്ടു, ചില പ്രത്യേക വിഷയങ്ങൾ. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും, പ്രതിഫലത്തിന് വേണ്ടി ആയിരിക്കരുത്. അതേപോലെ നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ നമ്മളും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുക. നമുക്ക് ആത്മാവിൻ്റെ സൗഖ്യം ലഭിച്ചതിന് ശേഷം നമ്മൾ ദൈവവേലയ്ക്കായിട്ട് പുറപ്പെടുക. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ദൈവമായിട്ടുള്ള ബന്ധം നമുക്കും എന്നും ഉണ്ടായിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.